നെക്സ്റ്റ് തിയറം 3 സ്റ്റേറ്റ്മെൻറ്റ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിക്കാം, എന്താ പറയണം നോക്കാം. ഇഫ് ദ റാഷണൽ നമ്പർ പി ബൈ ക്യൂ എ ഫ്രാക്ഷൻ ഇൻ ഇറ്റ്സ് ലോവസ്റ്റ് ടേം സോ ദാറ്റ് പി ആൻഡ് ക്യൂ ആർ ഇൻറ്റീജേഴ്സ് പ്രൈം ടു ഈച്ച് അതർ q naught is equal to 0 is a root of the equation a naught x power n plus a1 x power n minus 1 plus etc plus an minus 1 x plus an is equal to 0 where a naught a1 etc up to an are integers and a naught not is equal to 0 then p is a divisor of an and q is a divisor of a naught. Okay, ഇപ്പോൾ തിയറം പെട്ടെന്നൊന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇതെന്താ ഇപ്പോൾ പറയണേ, ഒരു സുഖമില്ലല്ലോ, ഇത് അത്ര സുഖമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റാണ്, ഇന്ന് പഠിക്കേണ്ടെന്നൊക്കെ തോന്നും. പക്ഷേ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി നമ്മൾ ഈ തിയറത്തിനൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഏറ്റവും എളുപ്പമുള്ള തിയറും അതുമാതിരി തന്നെ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന അതേ ആറ്റിറ്റ്യൂഡിൽ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തിയറാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾക്ക് ഈ തിയറത്തിനെ ഒന്ന് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും അല്ലേ. അപ്പോൾ ആദ്യം നമുക്കിവിടെ ഒരു റാഷണൽ നമ്പറാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് അല്ലേ. ഇഫ് ദ റാഷണൽ നമ്പർ പി ബൈ ക്യൂ എന്ന് പറയുന്നത്. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു കോമ്പട്ടിട്ട് ബാക്കി പറഞ്ഞിരിക്കുന്നു, എ ഫ്രാക്ഷൻ ഇൻ ഇറ്റ്സ് ലോവസ്റ്റ് ടേം ബ്രാക്കറ്റിൽ സോ ദാറ്റ് പി ആൻഡ് ക്യൂ ആർ ഇൻറ്റീജേഴ്സ് പ്രൈം ടു ഈച്ച് അതർ ക്യൂ നോട്ട് ഇസ് ഈക്വൽ ടു 0 അല്ലേ. അവിടെയൊക്കെയാണ് വരുമ്പോഴേ അത് എന്തൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കണേ എന്നുള്ളൊരു ഡൗട്ട് വരാൻ സാധ്യത ഉള്ളത്. അപ്പോൾ അറിയുന്നവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് ഒരു ഡൗട്ട് വരാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ പി ബൈ ക്യൂ എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പർ എടുത്തു. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു പി ബൈ ക്യൂ എന്ന് പറയുന്ന ഫോമുലാണല്ലേ. അപ്പോൾ നമ്മൾ എടുക്കുക, നമ്മൾ നമ്പേഴ്സ് നോക്കുക, ഒരു 1/3 എന്ന് പറയുന്നത് എടുത്തു അല്ലേ. ഇത് പി ബൈ ക്യൂ എന്ന് പറയുന്ന ഫോമിലുള്ള ഒരു നമ്പറാണ്. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മുടെ മൈൻഡിലിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനത്തെ നമ്പർ 1/3 അല്ലെങ്കിൽ 1/2 അല്ലെങ്കിൽ 2/3 ഒക്കെയാണ് ഈ പി ബൈ ക്യൂ എന്ന് പറയുന്ന ഫോമിൽ വരുന്ന നമ്പേഴ്സ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ക്യൂ നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം നമ്മൾ പി ബൈ ക്യൂ എന്ന് എഴുതുമ്പോൾ ക്യൂ നോട്ട് ഇസ് ഈക്വൽ ടു 0 വേണം, എന്നാലാണ് നമുക്ക് ഈ ഒരു നമ്പർ ഡിഫൈൻഡ് ആവുള്ളൂ അല്ലേ. ഇപ്പം ഞാൻ നോക്കിക്കേ, 1/0 എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് ആണോ? നമുക്ക് ഏതെങ്കിലും ഒരു നമ്പറിന് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ ഈ പി ബൈ ക്യൂ എന്ന് പറയുന്ന നമ്മളൊരു റാഷണൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഈ ക്യൂ ഒരിക്കലും 0 ആവരുത്. ക്യൂ 0 ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കണം? ആ നമ്പർ ഡിഫൈൻഡ് അല്ല, അങ്ങനത്തെ ഒരു നമ്പർ എക്സിസ്റ്റ് ഇല്ല. കാരണം 0 കൊണ്ടുള്ള ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇത് പോസിബിൾ ആവില്ല. അതുകൊണ്ടാണ് ക്യൂ നോട്ട് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്ത്? എ ഫ്രാക്ഷൻ ഇൻ ഇറ്റ്സ് ലോവസ്റ്റ് ടേം so that p and q are integers prime to each other and q not is equal to 0 എന്ന് പറയുന്നത് എന്താണ്? റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെഫിനീഷൻ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അതായത് നമ്മുടെ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1 ഒരു റാഷണൽ നമ്പറാണ്, 2 എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പറാണ്, 1/2, 1/3, 1/4, അതുമാതിരി തന്നെ 2/5, 10/6 ഇതൊക്കെ റാഷണൽ നമ്പറാണ് അല്ലേ. അപ്പോൾ പി ബൈ ക്യൂ എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പറാണ് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. സോ റാഷണൽ നമ്പറിൻ്റെ ഡെഫിനേഷനാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ അത്രയും കാര്യങ്ങളില്ലാണ്ടായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരേണ്ടായിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തരുന്ന, അതായത് പ്രൂവ് ദ തിയറം എന്ന് പറഞ്ഞിട്ടൊക്കെ തരുമ്പോൾ ചിലപ്പോൾ ചില തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അങ്ങോട്ട് പ്രൂവ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇത് തരുന്നുണ്ടാവില്ല, തരാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു തിയറാണെന്ന് അവിടെ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയണത് ഇഫ് ദ റാഷണൽ നമ്പർ പി ബൈ ക്യൂ ഈസ് എ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ. ഓക്കെ, ഞാൻ അവിടെ എഴുതിയ ബാക്കിയുള്ളത് വെട്ടിട്ടു, അത് വേണ്ടാന്നല്ല. പി ബൈ ക്യൂ എന്ന് പറയുക അതായത് റാഷണൽ നമ്പറിൻ്റെ ഡെഫിനിഷനാണ് ഇത് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ തൽക്കാലം നമുക്കറിയാം, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. പി ബൈ ക്യൂ എന്ന് പറയുന്ന റാഷണൽ നമ്പറിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ തയ്ക്കുക. അപ്പോൾ അതിനൊന്നും അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമ്മൾ തിയറത്തിന് ഒന്നുകൂടി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. ഇഫ് ദ റാഷണൽ നമ്പർ പി ബൈ ക്യൂ is a root of the equation a naught x power n plus a1 x power n minus 1 etc plus an is equal to 0 ആണെങ്കിൽ then ഇവിടെ a naught a1 etc up to an are integer, a naught എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. then p is a divisor of an. അങ്ങനെയാണെങ്കിൽ p എന്ന് പറയുന്നത് ഈ an-ൻ്റെ ഒരു ഡിവൈസർ ആയിരിക്കും, അതുമാതിരി തന്നെ q എന്ന് പറയുന്നത് ഈ a naught-ൻ്റെ ഒരു ഡിവൈസർ ആയിരിക്കും. അത്രയാണ് നമ്മുടെ തിയറം പറഞ്ഞത്. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ തിയറത്തിൻ്റെ? ഇനി ഒരു കാര്യം കൂടി
നിങ്ങൾക്ക് ഇവിടെ അനലൈസ് ചെയ്ത് പറഞ്ഞു തരാനുള്ള എ നോട്ട് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എ നോട്ട് നോട്ട് ഈക്വൽ ടു 0 എന്ന് കണ്ടാൽ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, എന്താണ് എ നോട്ട് 0 ആയിക്കഴിഞ്ഞാൽ സംഭവിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അല്ലേ. എ നോട്ട് 0 ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, ഈ ഒരു ടേം അങ്ങോട്ട് പോയിട്ട് ഈ ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി കുറഞ്ഞു വരും അല്ലേ. n-1 ഡിഗ്രി ആയിട്ടുള്ള ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പോളിനോമിയൽ ഏത് ഡിഗ്രിയാണ്, nth ഡിഗ്രിയാണ്. അപ്പോൾ എ നോട്ട് 0 ആയിക്കഴിഞ്ഞാൽ അത് n-1 ഡിഗ്രിയിലേക്ക് വീണ്ടും റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ nth ഡിഗ്രി, അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയുന്നത് എ നോട്ട് അവിടെ 0 ആവാൻ പാടില്ല എന്ന് പറയണത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഇപ്പോൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു, ഞാൻ പറഞ്ഞുതരാം. ഇഫ് ദ റാഷണൽ നമ്പർ p by q is a root of the equation, your equation, then p is a divisor of an and q is a divisor of a naught. ഇത്രയും എന്താ പറയുക ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഇതേ പ്രൂഫാണ് എഴുതേണ്ടത്, മൊത്തത്തിൽ ചോദിച്ചാലും ഇതേ പ്രൂഫ് തന്നെ എഴുതുന്നത്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാലോചിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇത് പ്രൂവ് ചെയ്യണമല്ലോ അല്ലേ, നമുക്ക് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, നമുക്കിത് പ്രൂവ് ചെയ്യണം. അപ്പോൾ പ്രൂഫ് എങ്ങനെ വരുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എടുത്തു പ്രൂഫ് എഴുതുമ്പോൾ സിൻസ് p by q ഈസ് ദ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ, നമുക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെ തന്നിട്ടുണ്ടല്ലേ, ദ റാഷണൽ നമ്പർ p by q എന്ന് പറയുന്നത് ഈസ് എ റൂട്ട് ഓഫ് ദിസ് പോളിനോമിയൽ ഇക്വേഷൻ എന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ p by q എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ ഒരു റൂട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് പകരം p by q എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, ഈസ് ഈക്വൽ ടു 0 കിട്ടണ്ടേ. അതായത് നമ്മൾ ആൽഫ ബി എ കോംപ്ലക്സ് നമ്പർ ഈസ് സെറ്റ് ടു ബി ദ റൂട്ട് ഓഫ് എ ഇക്വേഷൻ പറയുമ്പോൾ ഇപ്പോൾ എന്താ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എന്തായിരിക്കണം, എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ p by q എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ്റെ റൂട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കേണ്ടത്, എക്സിന് പകരം p by q സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോളിനോമിയൽ ഇക്വേഷൻ അതെന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇനി നമ്മളത് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യന് പ്രൂഫ് എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം എഴുതണം കേട്ടോ. അതായത് ലെറ്റ് p by q ബി എ റാഷണൽ നമ്പർ, അതുമാതിരി തന്നെ ഈ ഒരു ദ ഫ്രാക്ഷൻ ഇൻ ഇറ്റ്സ് ലോവസ്റ്റ് ഫോം സച്ച് ദാറ്റ് p and q ആർ ദ ഇൻറ്റീജേഴ്സ് പ്രൈം ടു ഈച്ച് അതർ, q നോട്ട് is equal to 0 ആൻഡ് ലെറ്റ് a നോട്ട് എക്സ് ബി ദ റൂട്ട് ഓഫ് ദിസ് പോളിനോമിയൽ ഇക്വേഷൻ. അങ്ങനെയൊക്കെ തന്നെ നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ എഴുതണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മളെടുത്തത് p by q എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ്റെ റൂട്ടാണെന്ന് എടുത്തു. അങ്ങനെ റൂട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത് അതായത് എക്സിന് പകരം p by q സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്തായിട്ട് മാറണം, ഈക്വൽ ടു 0 തന്നെ കിട്ടണം. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും, a നോട്ട് ഇൻറ്റു p by q ഓൾ പവർ n പ്ലസ് a1 ഇൻറ്റു p by q ഓൾ പവർ n-1 പ്ലസ് എക്സെട്ര പ്ലസ് an-1 ഇൻറ്റു p by q പ്ലസ് an വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഇക്വേഷനെ നമ്മൾ ഇപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, a നോട്ട് ഇൻറ്റു p പവർ n ഡിവൈഡഡ് ബൈ q പവർ n പ്ലസ് a1 ഇൻറ്റു p പവർ n-1 ഡിവൈഡഡ് ബൈ q പവർ n-1 പ്ലസ് എക്സെട്ര പ്ലസ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ബാക്കിയുള്ള ഇപ്പോൾ 2 ടേംസ് ഞാൻ പറഞ്ഞപ്പോൾ ബാക്കി ഇവിടെ ഇനി എങ്ങനെ എഴുതാമെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. a നോട്ട് ഇൻറ്റു p പവർ n ഡിവൈഡഡ് ബൈ q പവർ n പ്ലസ് p പവർ n-1 ഡിവൈഡഡ് ബൈ q പവർ n-1 എക്സെട്ര പ്ലസ് an-1 ഇൻറ്റു p ബൈ q പ്ലസ് q പവർ n എന്നും കൂടി എഴുതി വയ്ക്കാം അല്ലേ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ എഴുതിയ ഇക്വേഷനെ നമ്മൾ ത്രൂ ഔട്ടായിട്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്നറിയോ, ഒരു q പവർ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ഇക്വേഷനെ ത്രൂ ഔട്ടായിട്ട് ഒരു q പവർ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഈ ഫസ്റ്റ് ടേമിലെ q പവർ n q പവർ n കൂടിയും ക്യാൻസൽ ചെയ്ത് പോവും. ഈ ഒരു സെക്കൻഡ് ടേമിൻ്റെ കൂടെ എന്താണ്, q പവർ n-1 ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ഇവിടെ ഒരു q ബാക്കി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു q എന്ന് പറയുന്ന ടേം കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഇക്വേഷനെ ത്രൂ ഔട്ടായിട്ട് q പവർ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. എന്താണ്, a നോട്ട് ഇൻറ്റു p പവർ n പ്ലസ് a1 ഇൻറ്റു p പവർ n-1 ഇൻറ്റു q പ്ലസ് എക്സെട്ര പ്ലസ് an-1 p ഇൻറ്റു q പവർ n-1 പ്ലസ് an പ്ലസ് qn ഇസ് ഈക്വൽ ടു 0 എന്ന് പറയും. നമ്മൾ ഈ ഒരു ഇക്വേഷനെ അടുത്ത സ്റ്റെപ്പിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ട് എഴുതണം കേട്ടോ. a നോട്ട് ഇൻറ്റു p പവർ n ഡിവൈഡഡ് ബൈ q പവർ n പ്ലസ് an-1 ഇൻറ്റു
പി പവർ എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ക്യൂ പവർ എൻ മൈനസ് വൺ അങ്ങനെ എഴുതുക. എന്നിട്ട് ഈ ഇക്വേഷനിലെ ഓരോ ടേമിനെയും അല്ലെങ്കിൽ ഞാൻ ബ്രാക്കറ്റ് ഇട്ടിട്ട് ക്യൂ പവർ എൻ എന്ന് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ക്യൂ പവർ എൻ ഇൻറ്റു ദിസ് ടേം പ്ലസ് ക്യൂ പവർ എൻ ഇൻറ്റു ദിസ് ടേം അങ്ങനെ എല്ലാം മൊത്തത്തോടെ എക്സ്പാൻഡ് ചെയ്യാം. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേമിൽ നിന്ന് ഒരു ക്യൂ പവർ എന്നും ക്യൂ പവർ എന്നോട് ക്യാൻസൽ ചെയ്തു പോകും. സെക്കൻഡ് ടേമിൽ അതായത് ഈ ഒരു ടേമിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു ടേമിനെ ഞാൻ ക്യൂ പവർ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിലത്തെ ക്യൂ പവർ എൻ മൈനസ് വണ്ണും ഈ ഒരു ക്യൂ പവർ എന്നിലെ എന്താ പറയുക എൻ മൈനസ് ടേം കൂടി ക്യാൻസൽ ചെയ്ത് ബാക്കി ഇവിടെ ഒരു ക്യൂ ഉണ്ടാവും, അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. ഇത്രയാണ് പറയണത്. ഇനി ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹിൻറ്റ് കൂടി പറഞ്ഞു തരാം. ഇവിടെ നിന്ന് ആലോചിക്കുക, എ നോട്ട് ഇൻറ്റു പി പവർ എൻ പ്ലസ് എ വൺ ഇൻറ്റു പി പവർ എൻ മൈനസ് വൺ. പി പവർ എൻ മൈനസ് വൺ വരുമ്പോൾ ഇവിടെ ഒരു ക്യൂവിൻ്റെ ടേം എക്സ്ട്രാ വന്നു. ഇനി അടുത്ത ടേം എന്ന് വരിക എ ടു ഇൻറ്റു ക്യൂ പി പവർ എൻ മൈനസ് ടു ഇൻറ്റു ക്യൂ സ്ക്വയർ എന്നായിരിക്കും വരിക. അതിൻ്റെ അടുത്ത ടേം എന്ന് പറയുന്നത് എ 3 ഇൻറ്റു ക്യൂ പവർ എൻ മൈനസ് 3 ഇൻറ്റു ക്യൂബ് എന്ന് വരും. എക്സെട്ര വന്നിട്ട് നമ്മുടെ പീൻ്റെ പവർ ഇങ്ങനെ കുറഞ്ഞു വരും, എൻ്റെ ക്യൂവിൻ്റെ പവർ ഇങ്ങനെ കൂടിയിട്ട് വരുന്നിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും എന്താ പറയും എ എൻ ക്യൂ പവർ എൻ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഫോമിൽ വരും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ ഇത്രയും ടേംസിനെ നമ്മളിവിടെ നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു ടേമിനെ നമ്മൾ എവിടേക്ക് കൊണ്ടുപോവാണ്, ഇവിടേക്ക് RHSലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്തായിട്ട് മാറും, ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ മാറും. അതായത് ഇത്രയും എ വൺ പി പവർ എൻ മൈനസ് വൺ ഇൻറ്റു ക്യൂ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ മൈനസ് വൺ ഇൻറ്റു പി ഇൻറ്റു ക്യൂ പവർ എൻ മൈനസ് വൺ പ്ലസ് എ എൻ ഇൻറ്റു ക്യൂ പവർ എൻ ഇസ് ഈക്വൽ ടു 0 എന്നുള്ളത് മാറിയിട്ട് എന്തായിട്ട് മാറും, മൈനസ് എ നോട്ട് ഇൻറ്റു പി പവർ എൻ എന്ന് കിട്ടും. അതായത് നമ്മൾ ഈ ഒരു ടേമിനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടോ. അപ്പം ഇനി ഇവിടെ ഈ ടേം ഉണ്ടല്ലോ, അപ്പോൾ ദിസ് ടേം വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എ നോട്ട് ഇൻറ്റു പി പവർ എൻ എന്ന് കിട്ടും. ഓക്കെ, ആ സ്റ്റെപ്പ് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങളൊരു പെന്നും പേപ്പറൊക്കെ എടുത്തിട്ട് ആ ഒരു സ്റ്റെപ്പ് കൂടി അതിൻ്റെ താഴെ എഴുതി വെക്കുക കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, എ വൺ പി പവർ എൻ മൈനസ് വൺ ക്യൂ പ്ലസ് എക്സെട്ര പ്ലസ് ഇത് ഈസ് ഈക്വൽ ടു മൈനസ് എ നോട്ട് ഇൻറ്റു പി പവർ എൻ എന്ന്. ഇനി ആ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യാണ്, ത്രൂ ഔട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ത്രൂ ഔട്ടായിട്ട് നമ്മൾ ക്യൂ കൊണ്ട് എന്ത് ചെയ്യുക, ഈ ഇക്വേഷനെ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു മിനിറ്റ്, നിങ്ങളുടെ ഈ ഒരു ടെക്സ്റ്റിൽ നമ്മൾ ഈ ഒരു ഇക്വേഷനെ ത്രൂ ഔട്ടായിട്ട് ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ഒരു സൈഡിലോട്ട് കൊണ്ടുപോയി എന്നിട്ട് ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ കേട്ടോ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിലെ ഈ ഒരു ക്യൂവും ഈ ഡിവൈഡഡ് ബൈ ക്യൂ കൂടിയും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ അങ്ങനെ വന്നിട്ട് ഈ ലാസ്റ്റ് ഇവിടുത്തെ അടുത്ത ടേമിൽ അങ്ങനെ പോകും. പിന്നെ ലാസ്റ്റ് ക്യൂ എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് പറയുമ്പോൾ അതെന്തായിട്ട് മാറും, ക്യൂ പവർ എൻ മൈനസ് ടു എന്ന് വരും. പ്ലസ് എ എൻ, പിന്നെ ഈ ഒരു ടേമിന് ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും, എ എൻ ക്യൂ പവർ എൻ എന്ന് വരും. സോ ഈ ഇക്വേഷൻ ഇതേ ഫോമിൽ ഇങ്ങനെ വരും. എന്ത് വരും, എ വൺ പി പവർ എൻ മൈനസ് വൺ പ്ലസ് എ ടു പി പവർ എൻ മൈനസ് ടു ഇൻറ്റു ക്യൂ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ ക്യൂ പവർ എൻ മൈനസ് വൺ ഇറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് എ നോട്ട് ഇൻറ്റു പി പവർ എൻ ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഈ ഒരു ഇക്വേഷൻ എഴുതി, ഈ ഇക്വേഷൻ എഴുതിയിട്ട് ഈ ടേമിനെ നമ്മൾ RHSലോട്ട് കൊണ്ടുപോയിട്ട് ഒരു ഇക്വേഷൻ പുതുതായിട്ട് എഴുതി ആ ഇക്വേഷനെ നമ്മൾ ത്രൂ ഔട്ട് ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇക്വേഷനാണ് കിട്ടിയത്. എ വൺ പി പവർ എൻ മൈനസ് വൺ പ്ലസ് എ ടു പി പവർ എൻ മൈനസ് ടു പ്ലസ് ക്യൂ ഇൻറ്റു പ്ലസ് എക്സെട്ര പ്ലസ് ഈ ഒരു ടേം. ഇങ്ങനെ മൊത്തത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ബോറിംഗ് ആയിരിക്കും, അതുകൊണ്ട് വായിക്കാത്തേ. അപ്പോൾ ഇനി നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ, നമ്മൾ എ വണ്ണും എ ടുവും എക്സെട്ര അപ് ടു എ എന്ന് പറയുന്നതും അതേമാതിരി തന്നെ പിയും ക്യൂ ഒക്കെ എന്താണ്, ഇൻറ്റീജേഴ്സ് ആണ് അല്ലേ.
A1ഉം A2ഉം ANും Pയും Q ഒക്കെ എന്താ ഇൻറ്റീജേഴ്സ്. എന്താ ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1 2 3 4 -1 -2 0 അതൊക്കെയാണ് അല്ലേ ഇൻറ്റീജേഴ്സ്. ഇപ്പോൾ A1 A2 എക്സെട്ര അപ് ടു AN എന്ന് പറയണതും Pയും Q എന്നൊക്കെ പറയണത് ഇൻറ്റീജേഴ്സ് ആണ്. അപ്പോൾ പി ഇൻറ്റീജർ ആണെങ്കിൽ P⁻n−1 എന്ന് പറയുന്നത് ഇൻറ്റീജർ ആയിരിക്കും അല്ലേ. നമ്മളൊരു 2 ഇൻറ്റീജർ ആണ്, 2ൻ്റെ ഞാൻ 2⁻3 എന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ 2⁻3 = 8 ആണ് നമുക്ക് കിട്ടണത്. ആ 8 വീണ്ടും ഒരു ഇൻറ്റീജർ തന്നെയല്ലേ നമുക്ക് കിട്ടുന്നത്, വേറെ നമ്പറൊന്നും അല്ലല്ലോ. ഇനി 2⁻4 എടുത്ത് നോക്കിയേ, 2⁻4 = 16. അത് നമുക്ക് വീണ്ടും കിട്ടുന്നത് എന്താ, ഒരു ഇൻറ്റീജർ അല്ലേ കിട്ടുന്നത്. അപ്പോൾ പി ഒരു ഇൻറ്റീജർ ആണെങ്കിൽ പീൻ്റെ ഏത് പവർ എടുത്തു കഴിഞ്ഞാൽ അതും ഒരു ഇൻറ്റീജറേ വരില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, P⁻n−1 എന്ന് പറയണത് വീണ്ടും ഒരു ഇൻറ്റീജറേ വരുള്ളൂ. ഇനി A1ഉം നമുക്കൊരു ഇൻറ്റീജർ ആണെന്ന് അറിയാം. 2 ഇൻറ്റീജർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും എന്തേ നമുക്ക് വരുള്ളൂ, ഇൻറ്റീജർ തന്നെ വരുള്ളൂ, അല്ലാതെ വേറെ വല്ല നമ്പറും വരും ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഫസ്റ്റത്തെ ടേം എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ആണെന്ന് പറയാം. ഇതേമാതിരി തന്നെ സെക്കൻഡത്തെ ടേം എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആണെന്ന് പറയാം. അങ്ങനെ ഇതിലുള്ള ഈ LHSലുള്ള എല്ലാ ടേംസും എന്താണ്, ഇൻറ്റീജർ ആണ്. ഇനി ഇങ്ങനെയല്ല, എല്ലാ ഇൻറ്റീജേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തേ വരുള്ളൂ, ഇൻറ്റീജേഴ്സേ വരുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ LHSലുള്ള മൊത്തത്തിലുള്ള ടേം എന്ന് പറയുന്നത് ഇതൊക്കെ പാട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ LHSൽ എന്തേ കിട്ടുകയാണ്, ഒരു ഇൻറ്റീജറാണ് കിട്ടുക. LHS ഇൻറ്റീജർ ആണ്, ഇത് = ഈ ഒരു ടേം ആണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തേ പറ്റുള്ളൂ, RHS ഇൻറ്റീജർ ആയേ പറ്റുള്ളൂ അല്ലേ. അതായത് ഈ സൈഡിലുള്ള ക്വാണ്ടിറ്റി അത്രയും എന്തിനോട് ഈക്വൽ ആണ്, ഈ ഒരു ക്വാണ്ടിറ്റിനോട് ഈക്വൽ ആണ്. അപ്പോൾ ഈ ഒരു ടേം മൊത്തം ഇൻറ്റീജർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തേ പറ്റുള്ളൂ, ഈ ഒരു ടേം എന്ന് പറയുന്നതും ഒരു ഇൻറ്റീജർ ആയേ പറ്റുള്ളൂ. ഇൻറ്റീജർ ആയിട്ട് വരണമെങ്കിൽ നമുക്ക് എന്തേ പറയാം, ഇൻറ്റീജർ ആയിട്ട് വരണല്ലേ, ഇൻറ്റീജർ ആയിട്ട് വരണമെങ്കിൽ നമുക്ക് എന്തേ പറ്റുള്ളൂ, 2 പോസിബിലിറ്റി. ഇത് ഇൻറ്റീജർ ആയിട്ട് വരണമെങ്കിൽ ഈ Q എന്ന് പറയണത് ഇതിനെ ഡിവൈഡ് ചെയ്യണം. Q എന്ന് പറയണത് ഏതിനെ ഡിവൈഡ് ചെയ്യണം, A0 P⁻n ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി A0 × P⁻n ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 പോസിബിലിറ്റി ഉള്ളത്. ഒന്നല്ലെങ്കിൽ Q എന്ന് പറയുന്നത് A0 ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ Q എന്ന് പറയുന്നത് P⁻n ഡിവൈഡ് ചെയ്യണം. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യനിൽ എടുത്തായിരുന്നു അല്ലേ, P&QR ഇൻ ഇറ്റ്സ് ലോവസ്റ്റ് ഫോം എന്ന് പറയണത്. പിയും ക്യൂവും ലോവസ്റ്റ് ഫോമിൽ എഴുതി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പിക്കും ക്യൂവിനും എന്തില്ല, കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അല്ലെങ്കിൽ പിയും ക്യൂ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി പ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, GCD ഓഫ് P&Q എന്ന് പറയുന്നത് 1 ആയിരിക്കും. എന്തായിരിക്കും, റിലേറ്റീവ്ലി പ്രൈം എന്ന് പറഞ്ഞാൽ GCD ഓഫ് P&Q എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ GCD ഓഫ് P&Q പറഞ്ഞ് 1 ആണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പിയും ക്യൂവിനും ഒന്നും ഒരു കോമൺ ഫാക്ടർ ഇല്ല. അതായത് പിയും ക്യൂവും ഡിവൈഡ് ചെയ്ത് പോവില്ല എന്ന മീൻസിൽ. അപ്പോൾ നമുക്കിനി എന്ത് ഒരു പോസിബിലിറ്റി പറ്റില്ല, ക്യൂ എന്തായാലും P⁻n ഡിവൈഡ് ചെയ്യില്ല. അപ്പോൾ ഇനി എന്ത് പോസിബിലിറ്റി ഉള്ളൂ, പി എന്ന് പറയണത് A0 ഡിവൈഡ് ചെയ്യും. എന്താ പറയുക, പി എന്ന് പറയുന്നത് A0 ഡിവൈഡ് ചെയ്യും എന്നായിരുന്നുള്ള ഒരു പോസിബിലിറ്റി ഉള്ളത്. അതായിരുന്നല്ലോ നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അതായത് ഫസ്റ്റത്തെ പാർട്ട് എന്താ പറഞ്ഞിരുന്നത്, അതായത് ദെൻ Q ഈസ് എ ഡിവൈസർ ഓഫ് A0. ഈ ഒരു കണ്ടീഷനാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്, Q ഈസ് എ ഡിവൈസർ ഓഫ് A0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി സമ്മറൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അതായത് P/Q എന്ന് പറയുന്ന റാഷണൽ നമ്പർ ഈ ഒരു പോളിനോമിയലിൻ്റെ റൂട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എക്സിന് പകരം P/Q സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എക്സിന് പകരം P/Q എന്ന് വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത ഇക്വേഷൻ എഴുതി. ഇനി ആ എഴുതിയ ഇക്വേഷനെ നമ്മൾ ത്രൂ ഔട്ടായിട്ട് ഒന്ന് ബ്രാക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ, ഞാൻ നേരത്തെ പറയാം. എന്നിട്ട് ആ ഇക്വേഷനെ നമ്മൾ ത്രൂ ഔട്ടായിട്ട് എന്ത് ചെയ്തു, Q⁻n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. Q⁻n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇക്വേഷൻ കിട്ടി. അതിനുശേഷം നമ്മൾ ചെയ്തത് ഇത്രയും ടേംസിന്, അതായത് ഈ ഒരു ടേംസിന് ഇവിടെ നിർത്തിയിട്ട് ഈ ഒരു A0 P⁻n നമ്മൾ RHSലോട്ട് കൊണ്ടുപോയി. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്തത് ആ ഇക്വേഷനെ ത്രൂ ഔട്ടായിട്ട് Q കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതായത് നമ്മൾ അങ്ങോട്ട് RHS അങ്ങനെ ത്രൂ ഔട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ കാര്യമാണ്, ഒരു മിനിറ്റ്, അങ്ങനെ കിട്ടിയതാണ് നമുക്ക് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞത്. ഇനി ഇത്രയും കിട്ടി. അപ്പോൾ നമ്മുടെ LHS = RHS. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി, ഇത്രയും ക്വാണ്ടിറ്റി എന്ന് പറയുന്നതും ഈ ഒരു ക്വാണ്ടിറ്റിയും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഇവിടെയുള്ള A1ഉം A2ഉം Pയും Q ഒക്കെ ഇൻറ്റീജേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റും അതായത് A1 ഇൻറ്റീജർ ആണ്,
പി ഇൻറ്റീജർ ആണെങ്കിൽ പി പവർ എൻ മൈനസ് വൺ ഇൻറ്റീജർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ A1 ഇൻറ്റു പി പവർ എൻ മൈനസ് വൺ എന്ന് പറയുന്ന ഇൻറ്റീജർ. അപ്പോൾ ഈ ഒരു ടേം ഇൻറ്റീജർ ആവും, അതേമാതിരി ഈ ടേം ഇൻറ്റീജർ ആവും, അതേമാതിരി തന്നെ ഈ ടേം ഇൻറ്റീജർ ആവും. അങ്ങനെ ഇതിലുള്ള എല്ലാ ടേംസും എന്തായിരിക്കും? ഇൻറ്റീജർ ആയിരിക്കും. ഇൻറ്റീജേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത് വീണ്ടും ഇൻറ്റീജർ ആയിരിക്കും അല്ലേ. 1 ഒരു ഇൻറ്റീജറാണ്, 2 ഒരു ഇൻറ്റീജറാണ്, 4 ഒരു ഇൻറ്റീജറാണ്. ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 1 + 2 + 4 എന്ന് പറയുമ്പോൾ എന്ത് വരും? 7 വരും. 7 അഗൈൻ ഒരു ഇൻറ്റീജർ. അപ്പോൾ അതേമാതിരി നമ്മുടെ LHSലുള്ള എല്ലാ ടേംസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻറ്റീജറേ വരുള്ളൂ. LHS ഇൻറ്റീജർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? RHS ഇൻറ്റീജർ ആണ്. അപ്പോൾ RHS ഇൻറ്റീജർ ആവണമെങ്കിൽ പിന്നെ അത് ഇതൊരു ഇൻറ്റീജർ ആണെന്ന് പറയുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഈ P/Q എന്ന് പറയുന്ന ഫോമിൽ വരാൻ പാടില്ല അല്ലേ. പിന്നെ P/Q എന്ന് പറയുന്ന ഫോമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? അത് റാഷണൽ നമ്പർ ആവും. അപ്പം അത് പറ്റില്ല അല്ലേ, ഇൻറ്റീജർ ആയിട്ട് വരണം. അപ്പോൾ ഇൻറ്റീജർ ആയിട്ട് വരണമെങ്കിൽ നമുക്കിവിടെ എന്താ കണ്ടീഷൻ വരേണ്ടത്? Q എന്ന് പറയണത് ആ A0 ഇൻറ്റു പി പവർ എം എന്ന് പറയുന്ന ടേമിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ Q എന്ന് പറഞ്ഞാൽ A0 ഇൻറ്റു പി പവർ എന്നിനെ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ A0നെ ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ പി പവർ എന്നിനെ ഡിവൈഡ് ചെയ്യണം. സോ Q പി പവർ എന്നിനെ ഡിവൈഡ് ചെയ്യാൻ നോക്കാം, പറ്റില്ല അല്ലേ. നമ്മൾ ഡെഫിനേഷനെ അങ്ങനെ എടുത്തത്, കാരണം P and Q ആറിന് ഇറ്റ്സ് ലോവസ്റ്റ് പോകാം. അപ്പോൾ Pയും Qനും കോമൺ ഫാക്ടർ ഒന്നുമില്ല. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യില്ല. പിന്നെ എന്തേ പോസിബിലിറ്റി ഉള്ളൂ? A0നെ ഡിവൈഡ് ചെയ്യാനുള്ള പോസിബിലിറ്റിയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് Q മസ്റ്റ് ബി ഡിവൈഡ് A0. Q എന്ന് പറയുന്നത് A0നെ ഡിവൈഡ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? A0 എന്ന് പറയുന്നത് Q എന്ന് പറയുന്നത് ഈസ് എ ഡിവൈസർ ഓഫ് A0 എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തത് കാണിക്കേണ്ടത് എന്താ? കാണിക്കേണ്ടത് P ഈസ് എ ഡിവൈസർ ഓഫ് AN അല്ലേ. അതായത് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി പോവാം. ഇപ്പോൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. ഇവിടെ പറയുന്നത് എന്താണ്? P എന്ന് പറയുന്നത് ഈസ് എ ഡിവൈസർ ഓഫ് AN എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ സെയിം ഇക്വേഷൻ തന്നെ കൺസിഡർ ചെയ്യുക കേട്ടോ. ഏത് ഇക്വേഷൻ? ഈ ഒരു ഇക്വേഷന് തന്നെ സെയിം കൺസിഡർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത്രയും ഭാഗം, അതായത് ഇത്രയും ഭാഗം ഇവിടെ തന്നെ നിർത്തിയിട്ട് ഈ AN Q പവർ എന്നിനെ നമ്മൾ എന്തുകൊണ്ട് വേണം? RHSലോട്ട് കൊണ്ടുപോയി അല്ലേ. അപ്പോൾ അതെന്തായിട്ട് മാറും? A0 പി പവർ n പ്ലസ് A1 പി പവർ n മൈനസ് 1 ഇൻറ്റു Q പ്ലസ് എക്സെട്ര പ്ലസ് ഈസ് ഈക്വൽ ടു മൈനസ് AN Q പവർ n എന്ന് കിട്ടും അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഇക്വേഷനെ ത്രൂ ഔട്ടായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാണ്? P കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതിനെ ത്രൂ ഔട്ടായിട്ട് P കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. A0 പി പവർ n മൈനസ് 1 പ്ലസ് A1 പി പവർ n മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് AN മൈനസ് 1 ഇൻറ്റു Q പവർ n മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് AN Q പവർ n ഡിവൈഡഡ് ബൈ P എന്ന് നമുക്ക് കിട്ടും. ഓക്കെ. ഇനി നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ നമുക്ക് വീണ്ടും അറിയാം അല്ലേ. A0 എന്ന് പറയുന്നതും A1 എന്ന് പറയുന്നത് എക്സെട്ര ടു AN മൈനസ് 1 എന്ന് പറയുന്നതും Pയും Qവും ഒക്കെ എന്താണ്? ഇൻറ്റീജേഴ്സ് ആണ്. അതുകൊണ്ട് Pൻ്റെ പവേഴ്സ് ഒക്കെ P പവർ n മൈനസ് 1, P പവർ n മൈനസ് 2 എക്സെട്ര ടു P എന്ന് പറയുന്നതൊക്കെ വീണ്ടും എന്തായിട്ട് മാറും? ഇൻറ്റീജേഴ്സ് വരും. ആൻഡ് Q ഇൻറ്റീജർ ആയതുകൊണ്ട് Qവും Q സ്ക്വയറും Q ക്യൂബും എക്സെട്ര ടു Q പവർ n മൈനസ് 1 വരെ അതെന്തായിരിക്കും? ഇൻറ്റീജർ ആയിരിക്കും. ആ ഇൻറ്റീജേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതും വീണ്ടും ഇൻറ്റീജേഴ്സ് ആയിരിക്കും. പിന്നെ ഈ ഓരോ ടേമിൻ്റെ സമ്മ് എന്ന് പറയുന്നത് ഇതൊക്കെ ഈ ഓരോ ടേം ഇൻറ്റീജേഴ്സ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നതൊക്കെ വീണ്ടും ഇൻറ്റീജർ ആവും. അതുകൊണ്ട് നമുക്ക് ഈ LHSലുള്ള മൊത്തം ടേം ഒന്ന് ഇൻറ്റീജർ ആവും. അതുകൊണ്ട് നമുക്ക് എന്തേ പറ്റുള്ളൂ? ഈ RHS ഇൻറ്റീജർ ആയേ പറ്റുള്ളൂ. അങ്ങനെ RHS ഇൻറ്റീജർ ആവണമെങ്കിൽ ഇവിടെ രണ്ട് പോസിബിലിറ്റി ഉള്ള ഏതൊക്കെ? ഒന്നല്ലെങ്കിൽ P എന്ന് പറയണത് ANനെ ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ Q പവർ Nനെ ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ Q പവർ Nനെ എന്താ പറയുക? P ഡിവൈഡ് ചെയ്യുമോ? ഇല്ല. കാരണം എന്താണ്? Pയും Qവും നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ട്? ലോവസ്റ്റ് ഫോമിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. Pയും Qവും പ്രൈം നമ്പേഴ്സ് കൂടി ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി എന്തായാലും അത് ഡിവൈഡ് ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല? P എന്ന് പറയുന്നത് Q പവർ Nനെ ഡിവൈഡ് ചെയ്യില്ല. പിന്നെ എന്ത് പോസിബിലിറ്റി ഉള്ളൂ? P എന്ന് പറയുന്നത് ANനെ ഡിവൈഡ് ചെയ്യും എന്നുള്ള ഒരു പോസിബിലിറ്റിയാണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? P ഡിവൈഡ്സ് A പവർ ANനെ P ഡിവൈഡ് ചെയ്യും. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നമുക്കിവിടെ പ്രൂഫ്. എളുപ്പമുള്ള പ്രൂഫ് അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അത്രയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആകെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് വായിച്ചാൽ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ പഠിക്കുക. ഇഫ് ദ റാഷണൽ നമ്പർ P/Q ഈസ് എ റൂട്ട് ഓഫ് ദ പോളിനോമിയൽ ഇക്വേഷൻ ദിസ് then P is a divisor of AN and Q is a divisor of A0 എന്ന് പഠിക്കുക. എന്നിട്ട് തിയറത്തിൻ്റെ പ്രൂഫ് പഠിക്കുക. പക്ഷേ എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു കാര്യങ്ങൾ കൂടി ബാക്കിയുള്ള ഞാൻ അതായത് അണ്ടർലൈൻ ചെയ്യാത്ത വേർഡുകളോട് കൂടി ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ. ഇനി ഈ തിയറത്തിൻ്റെ
ഈ തിയറം തന്നെ വെച്ചിട്ട് ഇതിൻ്റെ തൊട്ട് താഴെ ഒരു തിയറം വരുന്നുണ്ട്, ഒരൊറ്റ ലൈനിലുള്ള ഒരു തിയറാണ്. പക്ഷേ ഈ തിയറം വെച്ചിട്ടാണ്, ഈ ഒരു തിയറം കൊണ്ടാണ്, ഈ തിയറം പ്രൂവ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അടുത്ത തിയറം പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിക്കുക, ചിലപ്പോൾ ഈ മുകളിലത്തെ തിയറാവില്ല ചോദിക്കുക, എപ്പോഴും താഴത്തെ തിയറം നോക്കിക്കേ. ഒറ്റ സെൻറ്റൻസ് എഴുതാള്ളൂ. എവരി റാഷണൽ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ, എവരി റാഷണൽ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ every rational root of the equation x power n plus a1 x power n minus 1 plus etc plus an minus 1 x plus an is equal to 0, where each a or integer must be an integer, more that such a root must be a divisor of the constant an എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു ചോദ്യമായിരിക്കും നിങ്ങളോട്, അല്ലെങ്കിൽ ഈ ഒരു തിയറായിരിക്കും നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറയാം. ഓക്കെ, അപ്പോൾ ഈ തിയറം എലോൺ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ് ഒരു ഷോർട്ട് വെയിറ്റേജ് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ തിയറത്തിൻ്റെ പ്രൂഫ് തന്നെ മതി, തന്നെ ധാരാളമാണ്. അല്ല, കുറച്ചുകൂടിയും വെയിറ്റേജ് കൂടി, അതായത് ഒരു ഇപ്പോൾ ഇത് 1 വെയിറ്റേജിനൊക്കെയാണ് ചോദിച്ചെങ്കിലാണ് നമ്മൾ ഇതിൻ്റെ പ്രൂഫിനെതിരെ, അല്ല ഒരു 2 കുറച്ചുകൂടി വെയിറ്റേജ് കൂടിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ തിയറത്തിൻ്റെ പ്രൂഫ് എഴുതുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ഈ മുകളിൽ പഠിച്ച തിയറത്തിൻ്റെ എന്താ പറയുക തിയറം കോട്ട് ചെയ്ത് വെക്കണം. നേരെ മറിച്ച് ഇത് എവിടെ ഒരു എസ്സേ ടൈപ്പോ അല്ലെങ്കിൽ കുറച്ച് ലോങ് എസ്സേ ടൈപ്പോ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്, ലോങ് എസ്സേയോ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ ഈ തിയറം ഇതിൻ്റെ പ്രൂഫ്, അതായത് ഈ പ്രൂഫ് എഴുതുന്നതിന് മുന്നേ ഈ പ്രൂഫ് എന്താ പറയുക എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു തിയറം ആവശ്യമാണെന്നും ഈ തിയറം എന്താണെന്ന് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, അതിൻ്റെ പ്രൂഫ് എഴുതുക, എന്നിട്ട് ഈ തിയറത്തിൻ്റെ പ്രൂഫ് കൂടി എഴുതണം. അങ്ങനെ വേണം നിങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ. ഇനി അതേമാതിരി തന്നെ ഇവിടെ എവരി റാഷണൽ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കാം എന്താ ഈ തിയറം പറയുന്നത്. തിയറം ഫോർ every rational root of the equation x power n plus a1 x power n minus 1 plus etc plus an is equal to 0, where each a is an integer must be an integer, moreover every such root must be a divisor of the കോൺസ്റ്റൻറ്റ് എ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, ഏതൊരു റാഷണൽ റൂട്ട് എന്ന് പറയുന്നത്, ഈ ഒരു ഇക്വേഷൻ്റെ ഏതൊരു റാഷണൽ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഏതൊരു റാഷണൽ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, p/q ഫോമിൽ വരുന്ന ഏതൊരു റൂട്ട് എടുത്തു കഴിഞ്ഞാലും ആ റൂട്ട് എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആയിരിക്കണം എന്ന് പറയുന്നത് അല്ലേ. ഏതൊരു റാഷണൽ റൂട്ട് എടുത്തു കഴിഞ്ഞാലും അത് ഇൻറ്റീജർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കേ, റാഷണൽ നമ്പേഴ്സ് ഇൻറ്റീജർ ആയിട്ട് വരണമെങ്കിൽ എന്താ സംഭവിക്കേണ്ടത് എന്നാലോചിച്ചോക്കെ. ഇതൊരു റാഷണൽ റൂട്ട് എപ്പോഴാണ് ഇൻറ്റീജർ ആയിട്ട് വരിക, അതായത് ഇപ്പോൾ 1 2 3 4 എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇൻറ്റീജറും ആണ്, അതേമാതിരി തന്നെ എന്താണ് റാഷണൽ നമ്പറും ആണ്. അപ്പോൾ എപ്പോഴാണ് എന്താ പറയുക റാഷണൽ നമ്പേഴ്സ് ഇൻറ്റീജർ ആവുക, അതായത് ഇവിടെയൊക്കെ ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതി കഴിഞ്ഞാലാണല്ലേ ഇത് റാഷണൽ നമ്പർ ആണെന്ന് പറയാൻ പറ്റുക. അതായത് നമ്മൾ p/q കൺസിഡർ ചെയ്യുകയാണെങ്കിൽ q എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1 വരുമ്പോഴാണ് ഇൻറ്റീജേഴ്സും റാഷണൽ നമ്പേഴ്സും കൂടി സെയിം ആയിട്ട് വരും. അപ്പോൾ നമുക്ക് എന്താ ഇനി മനസ്സിലാക്കേണ്ടതിൽ നിന്ന്, q is equal to 1 വരുമ്പോഴാണ്, അതായത് നമ്മൾക്ക് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് പറഞ്ഞല്ലേ, എവരി റാഷണൽ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ എന്ന് പറയണത്, ദിസ് ഇക്വേഷൻ എന്ന് പറയണത് മസ്റ്റ് ബി എൻ ഇൻറ്റീജർ. ഇതിൻ്റെ ഏതൊരു റാഷണൽ റൂട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത്, ഏതൊരു റാഷണൽ റൂട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് ഒരു ഇൻറ്റീജർ ആണെന്നാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ റാഷണൽ റൂട്ടും റാഷണൽ നമ്പേഴ്സും ഇൻറ്റീജേഴ്സും സെയിം ആയിട്ട് വരണം അല്ലേ. അപ്പോൾ അങ്ങനെ റാഷണൽ റൂട്ടും ഇൻറ്റീജേഴ്സും സെയിം ആയിട്ട് വരണമെങ്കിൽ നമ്മുടെ റാഷണൽ റൂട്ടിൻ്റെ ഫോം എങ്ങനെയാണ്, p/q എന്നാണ്. ഇവിടെ q is equal to 1 എന്ന് പറയുന്ന ഫോമിൽ വരുമ്പോഴാണ് റാഷണൽ നമ്പേഴ്സും അതുമാതിരി തന്നെ ഇൻറ്റീജേഴ്സും സെയിം ആവുക. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മുടെ ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാണ്, 1 2 3 4 എന്നൊക്കെ. ഇത് റാഷണൽ നമ്പർ ആണെന്ന് പറയുന്നത് കൊണ്ട് എന്തുകൊണ്ട് അതിനെയൊക്കെ റാഷണൽ നമ്പർ ആണെന്ന് പറയാം, 1/1 2/1 3/1 4/1 എന്ന് പറയുന്ന ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, p/q എന്ന് പറയുന്ന ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ q is equal to 1 വരുന്ന കേസുകളിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, റാഷണൽ നമ്പേഴ്സും ഇൻറ്റീജേഴ്സും സെയിം ആവും. അത്രയും കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഈ ഒരു തിയറം നോക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ പുട്ട് a0 is equal to 1 ഇൻ ദ പ്രിസീഡിങ് തിയറം, അതായത് നമ്മൾ തൊട്ട് മുന്നിലുള്ള
തിയറത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, എ നോട്ടിന് പകരം A1, അതായത് ഇവിടെ നമുക്ക് ഇങ്ങനെ ഇല്ലായിരുന്നു, A0 എക്സ് പവർ n പ്ലസ് A1 എക്സ് പവർ n-1 എന്നല്ലേ. ഇപ്പോൾ ഇവിടെ A നോട്ടിന് പകരം എന്ത് കൊടുത്തിട്ടുണ്ട്, 1 എന്ന് മുകളിലത്തെ തിയറത്തിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ Q മസ്റ്റ് ബി എ ഡിവൈസർ ഓഫ് A0 എന്ന് പറയും. അതായത് Q എന്ന് പറയുന്നത് എന്തിൻ്റെ ഡിവൈസർ ആവണം, A0 ആവണം അല്ലേ. മുകളിലത്തെ അതായത് P/Q എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പർ ഇങ്ങനെയുള്ള ഒരു ഇക്വേഷൻ്റെ റൂട്ടാണ് എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്താ പറഞ്ഞിട്ടുണ്ടാവുക, അതായത് Q എന്ന് പറയുന്നത് ഈസ് എ ഡിവൈസർ ഓഫ് A0 എന്ന് പറയണം, ആൻഡ് P എന്ന് പറയുന്നത് ഈസ് എ ഡിവൈസർ ഓഫ് n ആണെന്ന് നമ്മൾ മുകളിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുകളിലത്തെ ആ തിയറത്തിൽ ഇക്വേഷനിൽ A0 പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോഴാണ് ഈ ഒരു ഇക്വേഷൻ കിട്ടിയത്. അപ്പോൾ ആ തിയറം പ്രകാരം നമുക്ക് ഇവിടെ എന്ത് പറയാം, Q എന്ന് പറയുന്നത് മസ്റ്റ് ബി എ ഡിവൈസർ ഓഫ് A0 എന്ന് പറയാം. Q മസ്റ്റ് ബി എ ഡിവൈസർ ഓഫ് A0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, Q എന്ന് പറയണത് 1-നെ, അതായത് Q എന്ന് പറയുന്നത് 1-നെ ഡിവൈഡ് ചെയ്യണം. ഇവിടുത്തെ A0 എന്താണ്, ഇവിടുത്തെ A0 ഇസ് ഈക്വൽ ടു 1 ആണ്. സോ നമുക്ക് എന്ത് പറയണം, Q എന്ന് പറയണത് A0-നെ ഡിവൈഡ് ചെയ്യണം. അതിന് Q എന്ന് പറയുന്നത് A0-നെ ഡിവൈഡ് ചെയ്യുക എന്ന് പറയാം. അതായത് 1-നെ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഏതൊക്കെയേ വരുള്ളൂ, 1 തന്നെ ഉള്ളൂ അല്ലേ. 1-നെ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ 1 തന്നെ ഉള്ളൂ. സോ നമുക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും, Q ഇസ് ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയും നമുക്ക് ആലോചിക്കാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ രീതി ഉണ്ടല്ലോ, അതായത് ഞാൻ പറഞ്ഞില്ലേ റാഷണൽ നമ്പേഴ്സും ഇൻറ്റീജേഴ്സ് പ്ലസ് m ആവണമെന്ന് നോക്കിയിട്ട് അങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തൊട്ട് മുകളിലത്തെ ആ തിയറം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് Q മസ്റ്റ് ബി ഈക്വൽ ടു 1. സോ നമുക്ക് എന്തേ വരാൻ പാടുള്ളൂ, Q ഇസ് ഈക്വൽ ടു 1 വരാൻ പറ്റുള്ളൂ. ഹെൻസ് എവരി റാഷണൽ റൂട്ട് മസ്റ്റ് ബി ആൻ ഇൻറ്റീജർ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, എവരി റാഷണൽ റൂട്ട് എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആണെന്ന് പറയാൻ പറ്റും അല്ലേ. നമ്മുടെ റാഷണൽ റൂട്ട്സ് ഒക്കെ ഏത് ഫോമിലാണ്, P/Q എന്ന് പറയുന്ന ഫോമിലാണ് വരിക. അപ്പോൾ Q 1 ആകുമ്പോൾ എന്ത് വരും, P/1 വിച്ച് ഇസ് ഈക്വൽ ടു P എന്ന് പറയും. ഈ P എന്ന് പറയുന്ന ഫോമിലുള്ളതൊക്കെ എന്തായിരിക്കും, റാഷണൽ നമ്പറേ വരാൻ പറ്റുള്ളൂ. സോ അതെന്തായിരിക്കും, റാഷണൽ നമ്പർ ആയിരിക്കും. സോ നമ്മുടെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് എവരി റാഷണൽ റൂട്ട് മസ്റ്റ് ബി ആൻ ഇൻറ്റീജർ. ഏതൊരു റാഷണൽ റൂട്ട് എടുത്തു കഴിഞ്ഞാലും അതൊരു ഇൻറ്റീജർ ആയിരിക്കും അല്ലേ. അപ്പോൾ അത്രയും നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഒരു ലൈന് കൊണ്ട് നമ്മളിവിടെ പ്രൂഫ് അവസാനിപ്പിച്ചിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുകളിലുള്ള തിയറം പ്രൂവ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് അങ്ങനെ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഈ ഒരു തിയറം പ്രൂവ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ മുകളിലത്തെ തിയറം എഴുതിക്കുക, അതിൻ്റെ പ്രൂഫ് എഴുതിക്കുക, എന്നിട്ട് നമ്മൾ പറയുക അതായത് ലെറ്റ് A0 ഇസ് ഈക്വൽ ടു A1 ദെൻ ദ ഇക്വേഷൻ ഈസ് റെഡ്യൂസ്ഡ് ടു ദിസ് ഫോം എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തുക, ഈ ഒരു കാര്യം ഇവിടുന്ന് മുതൽ ഇത്രയും പേര് കൂടി സെൻറ്റൻസ് എഴുതി വെച്ചാലാണ് ഈ ഒരു തിയറത്തിൻ്റെ പ്രൂഫ് എക്സാക്ട്ലി വരിക. അല്ലാതെ നിങ്ങൾ ഈ ഒരു തിയറം പഠിച്ചു ഇത്രയേ ഉള്ളൂ പറഞ്ഞിട്ട് ഈ 3 ലൈൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കൊന്നും ആരും വിട്ടുതരാൻ പോണില്ല. ഓക്കെ, ഇനി നമുക്ക് കഴിഞ്ഞോ, ഇനി നമുക്ക് ഒന്നുകൂടി പ്രൂവ് ചെയ്യാണ്ട് മോർ ഓവർ എവരി സച്ച് റൂട്ട് മസ്റ്റ് ബി എ ഡിവൈസർ ഓഫ് AN എന്ന് പറഞ്ഞാൽ ആ ഡിവൈസർ എന്ന് പറയുന്നത് AN-നെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ P ബി എ സച്ച് റൂട്ട് ആണെങ്കിൽ ദെൻ P മസ്റ്റ് ബി എ ഡിവൈസർ ഓഫ് AN എന്നിവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ്ലി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അതായത് P ബി എ റൂട്ടാണെങ്കിൽ ദെൻ P മസ്റ്റ് ബി എ ഡിവൈസർ ഓഫ് AN. നമ്മൾ തൊട്ട് മുന്നത്തെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഇങ്ങനെയുള്ള ഒരു ഇക്വേഷന് P/Q എന്ന് പറയുന്ന ഫോമിലാണ് റൂട്ട് എങ്കിൽ Q എന്ന് പറയണത് A0-നെ ഡിവൈഡ് ചെയ്യുന്നു, P എന്ന് പറയണത് AN-നെ ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, ദെൻ P മസ്റ്റ് ബി എ ഡിവൈസർ ഓഫ് AN എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തിയറായിരിക്കും എൻ്റെ ഒരു ബലമായ സംശയം, നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തിയറം ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഈ തിയറത്തിൻ്റെ പ്രൂഫ് എഴുതി വയ്ക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് മറ്റേ തിയറം എന്താണെന്ന് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെച്ച് അതിൻ്റെ താഴെ അതിൻ്റെ പ്രൂഫ് എഴുതിയിട്ട് എന്നിട്ട് നമ്മൾ പറയുക A0 ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ ഇക്വേഷൻ എന്ന് പറഞ്ഞ് ഇതിലോട്ട് റെഡ്യൂസ് ചെയ്യുന്ന എഴുതുക. എന്നിട്ട് നമ്മൾ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതാം. ഇത്രയും കാര്യങ്ങൾ എഴുതിയാലാണ് ഇതിൻ്റെ പ്രൂഫ് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്.